ദൈവമേ, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരണമേ, എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്ന് വച്ചിരിക്കുകയാണ്. എനിക്കൊരു വാതിൽ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഈ വാതിലിൻ്റെ പ്രത്യേകത, ഇത് ദൈവം തുറന്നതായതുകൊണ്ട് ദൈവം പറയുന്നു, ഇനി അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഏതാണ് ആ വാതിൽ? നിങ്ങൾ വിശുദ്ധ വേദ പുസ്തകം തുറന്നാൽ തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് ആ വാതിൽ കാണിച്ചു തരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിൽ ആകുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന വാതിൽ യേശു ക്രിസ്തുവാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന വാതിൽ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്ത് കടക്കും, അവൻ മേച്ചിൽ കണ്ടെത്തും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അത് യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശു ക്രിസ്തുവിനെ ആരാധിക്കുക, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. നിങ്ങൾ മേച്ചിൽ കണ്ടെത്തും, നിങ്ങൾക്ക് നന്മയുണ്ടാകും, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വഴിയിലേക്ക് നിങ്ങൾ കടക്കും. ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലാണ്. ഒരു വാതിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് വാതിൽ തന്നെയാണ്. പക്ഷെ വാതിലൊരു മനുഷ്യനാന്ന് പറഞ്ഞാൽ, അതൊരു വ്യക്തിയാന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ നമ്മുടെ അകത്ത് പതിഞ്ഞ വാതിലിൻ്റെ ചിത്രവുമായി ഈ സന്ദേശം ഒത്തുപോകാത്തതുപോലെ നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. അപ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞൊരു വചനമാണ്, ഞാൻ തന്നെ വഴി ആകുന്നു. യേശു വാതിൽ മാത്രമല്ല, യേശു വഴിയാണ്. വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു ചിത്രമുണ്ട്, അത് വഴി തന്നെയാണ്. പക്ഷെ അതൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ, ആ വഴി എന്നൊരു കൺസെപ്റ്റിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ, അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ, തുറക്കപ്പെട്ടിരിക്കുന്ന വഴി, അത് യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയാണ് വഴിയാകുന്നത്? യേശു എങ്ങനെയാണ് വാതിലാകുന്നത്? പ്രിയപ്പെട്ടവരെ, തിരുവചനം വീണ്ടും പറയുന്നു, നമ്മുടെ കർത്താവായ യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി ജീവനുള്ള ഒരു പുതുവഴി തുറന്നിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും സാധ്യമായിരിക്കുന്നു. യേശു തൻ്റെ ദേഹമെന്ന തിരശീല കീറി ഒരു വഴി തുറന്നിരിക്കുന്നു, ജീവനുള്ള പുതുവഴി. അതെപ്പോഴാണ്? എങ്ങനെയാണ്? ഗെത്സമനെ മുതൽ ഗോൽഗൊത്ത വരെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. കഷ്ടാനുഭവങ്ങളുടെ വഴിയാണ്. അവിടെ തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ്. പുറമുഴവ് ചാല് പോലെ കീറി, ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി, അവൻ്റെ ശരീരം എന്ന ദേഹമെന്ന തിരശീല കീറിക്കൊണ്ട് ഒരു വഴി തുറന്നു ദൈവം. സ്വർഗത്തിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വഴിയാണ്.
ആ ശരീരം തകർത്തുകൊണ്ടാണ് ആ വഴി തുറന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ ശാപമായി, പാപപരിഹാരമായി തകർക്കപ്പെട്ടു. അവൻ പ്രാണനെ കൊടുത്തു, ജീവൻ കൊടുത്ത് ജീവൻ നൽകി തന്നു. ജീവൻ കൊടുത്തിട്ടാണ് നിത്യജീവൻ നമുക്ക് തന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ശരീരം തകർത്ത് വഴി തുറക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ തൻ്റെ രക്തം കൊണ്ടാണ് നമ്മെ കഴുകിയത്. തൻ്റെ രക്തത്താൽ പ്രവേശനത്തിനുള്ള ധൈര്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യത്തോടെ അടുത്ത് വാ, യേശുവിൻ്റെ അടുക്കലേക്ക് വാ. യേശുവിലൂടെ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്ത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായിരിക്കുന്ന വിഷയങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. പ്രതികൂലങ്ങൾ വഴിമാറാൻ പോവുകയാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി പിതാവ് തുറന്ന വാതിലാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി പിതാവ് തുറന്ന വഴിയാണ്. നന്മയിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി ദൈവം നിങ്ങൾക്കായി തുറന്നു വച്ചിരിക്കുന്നു. വിശ്വസിക്കുക, മക്കൾക്ക് പകർന്നു കൊടുക്കുക, ദേശത്തിൻ്റെ നടുവ് വിളിച്ചറിയിക്കുക. നമുക്കെല്ലാവർക്കും നന്മ പ്രാപിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരു വാതിലേ ഉള്ളൂ. അത് യേശു ക്രിസ്തു ആകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.